പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന പാഠഭാഗമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമുദ്രത്തെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. കാരണം മനുഷ്യൻ സമുദ്രത്തിലെ മത്സ്യങ്ങളെയും അതുപോലെ വിവിധ തൊഴിലുകൾക്ക് വേണ്ടിയും മറ്റും ധാരാളമായിട്ട് സമുദ്രത്തെ മനുഷ്യൻ ആശ്രയിക്കുന്നുണ്ട്. വിനോദസഞ്ചാരങ്ങൾക്ക് വേണ്ടി, പ്രധാനമായും മത്സ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപജീവന മാർഗമായിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ധാരാളം ആളുകളെ നമുക്കറിയാം. കടൽ പ്രദേശത്തുള്ള ജനതയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കടൽ തീരത്തുള്ള ജനതയെ സംബന്ധിച്ചിടത്തോളം കടൽ എന്ന് പറയുന്നത് അവരുടെ ഉപജീവന മാർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ്. കടലിലെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് മത്സ്യവിഭവമാണ്. ആ മത്സ്യവിഭവത്തെ സ്വീകരിച്ചു കൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അതുപോലെ സമുദ്രത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കാനും മനുഷ്യൻ പഠിക്കുകയും ഇത്തരത്തിൽ കോടാനുകോടി രൂപയുടെ ഉപ്പ് ഇന്ന് മനുഷ്യൻ സമുദ്രത്തിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് സമുദ്രം എന്ന് പറയുന്നത്. അഥവാ മനുഷ്യനും സമുദ്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ബന്ധം വളരെയധികം ദൃഢമായതാണ്. മാത്രമല്ല, സമുദ്രത്തെ ആശ്രയിച്ചു കൊണ്ട് തന്നെയാണ് മനുഷ്യർ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളാണ്, ചില ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാ മനുഷ്യരും സമുദ്രത്തെ ആശ്രയിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ ഒരു വലിയ ജലപ്പരപ്പായാണ് ഭൂമി നമുക്ക് അനുഭവപ്പെടുന്നത്. ജലപ്പരപ്പിൽ അങ്ങിങ്ങായി പൊന്തി നിൽക്കുന്ന കരഭാഗങ്ങളാണ് വൻകരകൾ. ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലഭാഗമാണ്. കഷ്ടിച്ച് 29% മാത്രമാണ് കരഭാഗങ്ങളുള്ളത്. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഭാഗവും ജലപ്പരപ്പായിട്ടാണ് നിലകൊള്ളുന്നത്. 71%, ബാക്കി 29% മാത്രമാണ് കരകളായിട്ട് നിലകൊള്ളുന്നത്. ഭൂമിയിൽ പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ഇങ്ങനെ ധാരാളം സമുദ്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ സമുദ്രവും അനേകം കടലുകളും ഉൾക്കടലുകളും കടലിടുക്കുകളും ചേർന്നതാണ്. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ, ബേ എന്ന് പറയുന്നത്. അപ്പം ഒരു സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ 3 വശവും കരയാൽ ചുറ്റപ്പെട്ട ഭാഗമാണെങ്കിൽ അതിനെ ഉൾക്കടൽ എന്നാണ് വിളിക്കാറുള്ളത്. 2 കരകൾക്കിടയിലെ ഇടുങ്ങിയ സമുദ്രഭാഗത്തെയാണ് കടലിടുക്ക്, സ്ട്രെയ്റ്റ് എന്ന് വിളിക്കുന്നത്. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തെയാണ് പൊതുവെ കടൽ എന്ന് അറിയപ്പെടുന്നത്. അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സമുദ്രത്തിൽ 3 തരത്തിൽ നമുക്ക് സമുദ്രത്തിൻ്റെ 3 ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഉൾക്കടൽ, രണ്ടാമത്തേത് കടലിടുക്ക്, മൂന്നാമത്തേത് കടൽ. ഇനി നമുക്ക് ലോക സമുദ്രങ്ങളെ കുറിച്ച് പഠിക്കാം. പസഫിക് സമുദ്രം. പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ശരാശരി ആഴം 4250 മീറ്ററും ഏറ്റവും കൂടിയ ആഴം 11,034 മീറ്ററുമാണ്. അപ്പോൾ ഒരു അവറേജ് ആഴം, പസഫിക് സമുദ്രത്തിൻ്റെ അവറേജ് ആഴം എന്ന് പറയുന്നത് 4250 മീറ്ററാണ്. എന്നാൽ ഏറ്റവും ആഴം ഏറിയ ഭാഗം 11,034 മീറ്ററാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ചലഞ്ചർ ഗർത്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത അറ്റ്ലാന്റിക് സമുദ്രം. ആകെ വിസ്തൃതി 52.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ശരാശരി ആഴം 3700 മീറ്ററും. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ
ഏറ്റവും ആഴം കൂടിയ ഭാഗം 8618 മീറ്ററുമാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗത്തെ പ്യൂറിറ്റോറിക്ക ഗർത്തം എന്ന പേരിലാണ് വിളിക്കുന്നത്. പ്യൂറിറ്റോറിക്ക ട്രഞ്ച് എന്ന പേരിലാണ് വിളിക്കുന്നത്. നീണ്ട ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം. സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി ഏകദേശം 14,000 കിലോമീറ്റർ നീളം വരുന്ന ഒരു വലിയ പർവ്വതനിരയുണ്ട്. ഈ പർവ്വതനിര അറിയപ്പെടുന്നത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന പേരിലാണ്. ഇന്ത്യൻ സമുദ്രം ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം 3960 ആണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗമായിട്ടുള്ള വാർട്ടൺ ഗർത്തം 7725 മീറ്റർ ആഴമുണ്ട്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത് 7725 മീറ്റർ ആഴം ഉണ്ട്. ആർട്ടിക് സമുദ്രം സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ്. വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഏറ്റവും കൂടിയ ആഴം 5180 മീറ്ററാണ്. അന്റാർട്ടിക് സമുദ്രം സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ദ്വീപുകളും ഉപദ്വീപുകളും. എന്താണ് ദ്വീപ്, എന്താണ് ഉപദ്വീപുകൾ എന്നാണ് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. ഒരു പ്രത്യേക പ്രദേശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരഭാഗം അതിൻ്റെ 4 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് സമുദ്രത്തിൻ്റെ മധ്യത്തിലായാണ് അത് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ദ്വീപ് എന്ന് വിളിക്കാം. എന്നാൽ 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളെ ഉപദ്വീപുകൾ പെനിൻസുല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ്വീപുകൾ ഐലാൻഡ്സ്, ഉപദ്വീപുകൾ പെനിൻസുല എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. ദ്വീപുകൾക്കുള്ള ഉദാഹരണം ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പൈൻസ്, മഡഗാസ്കർ, മാലിദ്വീപ്, വിക്ടോറിയ ദ്വീപുകൾ, ബ്രിട്ടീഷ് ദ്വീപുകൾ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സുമാത്ര, ന്യൂഫൗണ്ട്ലാൻഡ്, ന്യൂഗിനിയ, ബഫിൻ, കോക്കസ്. ഉപദ്വീപുകൾ ഇന്ത്യൻ ഉപദ്വീപ്, അറേബ്യൻ ഉപദ്വീപ്, അലാസ്ക ഉപദ്വീപ്, ലാബ്രഡോർ ഉപദ്വീപ്, സ്കാൻഡിനേവിയൻ ഉപദ്വീപ്. ഇങ്ങനെ ധാരാളം ദ്വീപുകളും ഉപദ്വീപുകളും വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്.